വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് വരികയാണ് കേട്ടോ. റോട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. യൂബറിലാണ് തിരിച്ച് പോകുന്നത്. പോയതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയത് നമ്മൾ ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ റേറ്റും അതിൻ്റെ ട്രാവലിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കാണാത്തവരും എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ യാത്രയും ഇന്ന് തിരിച്ചു വരുമ്പോഴുള്ള യാത്രയും തമ്മിലുള്ള ഡിഫറൻസ് അത്രയും ഡിഫറൻസാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഭയങ്കര പൊടിയും ട്രാഫിക്കും ഒക്കെയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ റോഡിൽ കൂടെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ട്രാഫിക്കായിരുന്നു. കുറേ ടൈം എടുത്തു. ട്രാവലിങ്ങിൽ കൂടെ ആരും ഇല്ലെങ്കിൽ ഉറങ്ങണ ശീലം എനിക്കുണ്ട് കേട്ടോ. ഉറക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു മയക്കം. ആ സമയത്താണ് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക. നമ്മളിനി എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത് ആ സമയത്താണ്. പക്ഷേ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകും. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ബസ്സിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം അങ്ങനെ ഒന്നും മയങ്ങുന്ന ശീലമുണ്ട്. പക്ഷേ കറക്റ്റ് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ മുന്നിൽ കൂടെയാണ് പോണത്. എപ്പോഴും ഈ വശമൊക്കെ എപ്പോഴും തിരക്കാണ്. ഇവിടെ ഒരു സിഗ്നലും ഉണ്ട് പോരാത്തതിന്. അപ്പോൾ എപ്പോഴും റഷാണ് കേട്ടോ ഈ ഭാഗം. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ബസ്സിലൊന്നും കയറാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. പിന്നെ അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് എത്തും. എന്താ പറയണ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടാണ് അവരുടെ വരവ്. അതുകൊണ്ട് എത്ര റഷാണെങ്കിലും അവർ കറക്റ്റ് ടൈമിനുള്ളിൽ നമ്മൾ സ്റ്റോപ്പിലെത്തിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ ഫോർട്ട് കൊച്ചി ബസ്സിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തണ വരെ 2 പാലമുണ്ട്. ഈ സൗത്തും മെഡിക്കൽ ട്രസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ 2 പാലം വരണത്. ഒന്ന് തേവര പാലം, അത് കഴിഞ്ഞിട്ട് BOT അല്ലെങ്കിൽ തോപ്പുംപടി പാലം, അങ്ങനെ 2 പാലം വരുന്നുണ്ട്. ആ സമയത്തൊക്കെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഉള്ള സന്തോഷം പോലെ തന്നെ ഇവിടുത്തെ ഈ പാലത്തിൽ കൂടെ പോകുമ്പോഴും ഒരു മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.